പേഴ്സണൽ സ്റ്റാഫ് അംഗമായ കാപ്പാടൻ രമേശിന്റെ ഓർമ്മയിൽ വിതുമ്പി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. രമേശിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്ന ചടങ്ങിലാണ് സുധാകരൻ വികാരാധീനനായത്. സംസാരിക്കുന്നതിനിടെ തൊണ്ടയിടറുകയും കണ്ണു നിറയുകയും ചെയ്തു. വാക്കുകൊണ്ടും വിവരങ്ങൾ കൊണ്ടും ദൗത്യങ്ങൾ കൊണ്ടും തന്നെ സംരക്ഷിച്ച പ്രവർത്തകരെ താൻ ഓർക്കുകയാണ്. ഒരുപാട് കടമ്പകൾ കടന്നുവരാൻ സാഹചര്യമുണ്ടാക്കിയത് കാപ്പാടൻ രമേശാണ്. CPIMന്റെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ എന്നും എപ്പോഴും കാപ്പാടനെത്തും. ആത്മാർത്ഥമായ സമീപനവും പ്രവർത്തനവുമായിരുന്നു കാപ്പാടന്റേത്. എല്ലാ കാലഘട്ടങ്ങളിലും ഈ പാർട്ടിയുടെ ഓർമ്മയുടെ പ്രതീകമാണ് കാപ്പാടൻ രമേശെന്നും സുധാകരൻ ഓർമ്മിച്ചു. സ്ഥാനാർത്ഥിത്വ വിവാദങ്ങൾക്കിടെ 3 ദിവസത്തിന് ശേഷമാണ് കെ സുധാകരൻ പൊതുവേദിയിലെത്തുന്നത്. കാപ്പാടൻ രമേശിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനത്തിനാണ് സുധാകരൻ എത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നെങ്കിലും അദ്ദേഹം എത്തിയില്ല. കെ സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു കാപ്പാടൻ രമേശൻ. ഹൃദയാഘാതം മൂലം 2020 അദ്ദേഹം അന്തരിച്ചത്. കാപ്പാടൻ രമേശിനെ ഓർമ്മിച്ചുകൊണ്ട് വളരെ വൈകാരികമായ ഒരു കുറിപ്പ് സുധാകരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. വർഷങ്ങളോളം തന്റെ കൂടെ നിഴലായി നിന്ന ആളായിരുന്നു. എന്നും വിജയങ്ങളിലും പ്രതിസന്ധികളിലും ഒരുപോലെ കൂടെയുണ്ടായിരുന്ന ഒരു വിശ്വസ്ത സഹയാത്രികനായിരുന്നു രമേശൻ എന്നാണ് സുധാകരൻ കുറിച്ചത്. ഇന്ന് ഒപ്പമില്ലെങ്കിലും തനിക്ക് ആത്മവിശ്വാസം നൽകുന്ന ഓർമ്മയായി രമേശൻ കത്തിജ്വലിച്ച് നിൽക്കുന്നുവെന്നും ഒരു മനുഷ്യൻ തന്റെ ജീവിതം മറ്റൊരാളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചാൽ ആ മനുഷ്യൻ ഒരിക്കലും മരിക്കുകയില്ലെന്നും സുധാകരൻ ഓർമ്മിച്ചു.